നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ജാമ്യം ഒരു മോചനമല്ല, നിയന്ത്രിത സ്വാതന്ത്ര്യമാണെന്ന സന്ദേശമാണ് കോടതി ചുമത്തിയ വ്യവസ്ഥകൾ നൽകുന്നത്. തിരുവനന്തപുരം നഗരപരിധിയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന രീതിയിൽ ക്രമീകരിച്ച ജാമ്യ വ്യവസ്ഥകൾ പോറ്റിയുടെ ഓരോ നീക്കവും രേഖപ്പെടുത്തുന്ന ഒരു അദൃശ്യ വേലിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം നിർബന്ധമായും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി ഹാജരാകണമെന്ന വ്യവസ്ഥ. പോറ്റിക്ക് ദൂരയാത്രകൾ അസാധ്യമാണ്. അതിലുപരി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം. ശബരിമലയും ദേവസ്വം ബോർഡുമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. സന്നിധാനത്ത് തെളിവുകൾ ഇനിയും ശേഷിക്കുന്നുണ്ടോ എന്ന സംശയവും. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മുൻ ഉന്നതർ ഇപ്പോഴും അന്വേഷണ വലയത്തിലുണ്ടെന്ന യാഥാർത്ഥ്യവും കണക്കിലെടുത്താണ് ഈ വിലക്കുകൾ. പോറ്റിയുടെ ഫോണുകൾ മുഴുവൻ SIT കൈവശപ്പെടുത്തിയതോടെ നേരിട്ടുള്ള ബന്ധപ്പെടലുകൾ മാത്രമല്ല, ഡിജിറ്റൽ വഴിയുള്ള ഇടപെടലുകളും തടഞ്ഞിരിക്കുകയാണ്. അടുത്ത ബന്ധുക്കളുടെ ഫോണുകൾ വരെ നിരീക്ഷണ വലയത്തിലുമാണ്. നിലവിൽ വെഞ്ഞാറമൂട് പുളിമാത്തെ വസതിയിലായിരിക്കും പോറ്റിയുടെ താൽക്കാലിക താവളം. എന്നാൽ അവിടെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സ്ഥിര നോട്ടം ഉണ്ടാകും. പോറ്റിയെ കാണാനെത്തുന്നവരെ നിയമപരമായി തടയാൻ കഴിയില്ലെങ്കിലും ആരൊക്കെ വരുന്നു, എന്തിനാണ് വരുന്നത്, സംഭാഷണങ്ങളുടെ സ്വഭാവം എന്താകാം എന്നുവരെ രേഖപ്പെടുത്തും. അന്വേഷണത്തിന്റെ മറ്റൊരു നിർണായക വശം പോറ്റി മുമ്പ് കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമുള്ള ചിലർ ചേർന്നാണ് തന്നെ കുടുക്കിയതെന്ന അവകാശവാദം ഇതുവരെ വിശദമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതേസമയം പോറ്റിയുടെ കൈവശമുണ്ടായിരുന്ന പണമിടപാട് ഡയറി അന്വേഷണ സംഘത്തിന് പുതിയ വഴികൾ തുറന്നിരിക്കുകയാണ്. പലിശയ്ക്ക് നൽകിയ പണവും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും 2019 ശേഷം നടന്ന കോടികളുടെ ക്രയവിക്രയങ്ങളും എല്ലാം അന്വേഷണത്തിലാണ്. 30 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ ആരുമായി, എന്തിനായി, ഏത് ഉറവിടത്തിൽ നിന്നാണ് നടന്നതെന്ന ചോദ്യങ്ങൾ ഇപ്പോഴും മറുപടിയില്ലാതെ നിലനിൽക്കുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും ബെല്ലാരിയിലെ ബന്ധങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായതോടെ കേസിന്റെ വൃത്തം കേരളത്തിനപ്പുറം വ്യാപിച്ചിരിക്കുകയാണ്. ജാമ്യത്തെ ശക്തമായി എതിർത്ത് വിജിലൻസ് കോടതിയിൽ SIT വാദിച്ചെങ്കിലും കോടതി അനുവദിച്ച ജാമ്യം അന്വേഷണത്തെ അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് പുതിയ ഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന വിലയിരുത്തലാണുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്വതന്ത്രനായി നടക്കുന്ന ഒരാളായി തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ പോറ്റിയുടെ ഓരോ ചുവടും രേഖപ്പെടുത്തുന്ന സാഹചര്യമാണിപ്പോൾ നിലവിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ഒരു ഇടവേള മാത്രമാണോ, അതോ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന സംഭവമാണോ എന്ന ചോദ്യം ഇനി ഉയരുന്നത് സ്വാഭാവികം. SITയുടെ റഡാറിൽ തന്നെ തുടരുന്ന പോറ്റിയെ ചുറ്റിപ്പറ്റി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.